ഹായ് ഗായ്സ്, ദിസ് ഇസ് പ്രശാന്ത് കെ രാമൻ. പിന്നെ ഞാൻ സ്ലൈറ്റ്ലി ഓഫ് ദ ടോപ്പിക് എന്ന് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇന്ന് സൺഡേ ആണ്, പ്രത്യേകിച്ച് ഒരു സ്ലൈറ്റ്ലി ഓഫ് ദി ടോപ്പിക്സ്. അതിൽ ഒരു ടോപ്പിക് എനിക്ക് വളരെ വേദന തോന്നി. കാരണം നമ്മൾ ഈ പ്രവാസികളായ കുറേ ആൾക്കാരുണ്ടല്ലോ, നമ്മൾ കേരളം തന്നെ പ്രവാസികളൊരു ലോകമാണല്ലോ. അപ്പോൾ ഈ കുവൈത്തിൽ നമ്മൾ കുറച്ച് ആൾക്കാർ, നമ്മളെ ഇന്ത്യക്കാർ, അതിൽ കൂടുതലും മലയാളികൾ തന്നെ മരിച്ചതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. സി, മരിക്കുന്നത് എല്ലാവരും മരിക്കും. ദർ ആർ ഗുഡ് ഡെത്ത് ആൻഡ് ബാഡ് ഡെത്ത്. ആക്സിഡൻറ്റ്സ് ഉണ്ടായിരിക്കാം, പക്ഷേ ഇതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു കാരണമില്ലാണ്ട് വെറുതെ സോ മെനി പീപ്പിൾ ഡൈഡ് ഫോർ നോ റീസൺ. അതിൻ്റെ ഒരു വലിയ സങ്കടം തോന്നി. കാരണം അതിൻ്റെ ന്യൂസും ഇതൊക്കെ കാണുന്ന സമയത്ത്. പിന്നെ ഈ മീഡിയ കവർ ചെയ്യുന്ന വെച്ചാൽ മീഡിയ കവർ ചെയ്ത് വെച്ചാൽ എല്ലാ ദിവസവും ഇവർക്ക് എന്തെങ്കിലും ഒരു ഡെത്ത് റാപ്പ് ചെയ്തിട്ടുള്ളൊരു ന്യൂസ് ഞങ്ങൾക്ക് തരണം. ഡെത്ത് റാപ്പ് ചെയ്തിട്ടുള്ള ന്യൂസാണ് എല്ലാ ദിവസവും. ഒന്നിക്കൽ കേരളത്തിൽ അവിടെ ആൾ ആക്സിഡൻറ്റിൽ മരിച്ചു, അല്ലെങ്കിൽ വല്ല ആൾക്കാരും മർഡർ ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദിവസം ഒരു മീഡിയക്ക് നിങ്ങൾക്കൊരു ഡെത്ത് റാപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരണം. കാരണം അതൊരു പബ്ലിക് ഡിമാൻഡാണ് തോന്നുന്നു. കാരണം എഡിറ്റേഴ്സിന് ആ ഡിമാൻഡ് ഇഗ്നോർ ചെയ്യാൻ പറ്റണം. പിന്നെ വേറെ വെച്ചാൽ ഇത് അവരെ എക്സ്റ്റെൻസീവ് കവറേജ് ആയി കൊടുക്കുന്നത്. എന്താ പറയുക, ഇമോഷണൽ ഇൻറ്റൻസിറ്റിയുള്ള ന്യൂസുകൾ, മെസ്സേജുകൾ അത് എക്സ്പോസ് ചെയ്തിട്ട് വളരെ എക്സ്റ്റെൻസീവ് കവറേജ് ആക്കും. ഇങ്ങനെയുള്ള ആക്സിഡൻറ്റ്സ് ആൾക്കാർ ലോകത്തിൻ്റെ പല ആളുകളും മരിക്കുന്നുണ്ട്. എവരിഡേ നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പാലസ്തീനെ കുറിച്ചിട്ട് അവിടെ മരിക്കുന്ന ആളെ കുറിച്ചിട്ടുള്ളൊരു ഡെത്ത് റാപ്പിയിട്ടുള്ള വളരെ ഈ ഇമോഷണൽ ന്യൂസാണ് കൊടുത്തിരുന്നുണ്ട്. സോ ഓൾവേസ് യു സീ ദേ വാണ്ട് ടു എവറി ചാനൽ, നമ്മളെ മലയാളം ചാനൽ പ്രത്യേകിച്ചിട്ടും, നിങ്ങളെ ഇമോഷണലി എങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റും രാവിലെ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം എല്ലാവരും രാവിലെ 6 മണി തൊട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട, ഇപ്പം ഈ ഫയർ ഉണ്ടായത് ഈ ഗൾഫ് കൺട്രീസിലും മിക്കവാറും ഓയിൽ ഫീൽഡ് ഫയർസ് എല്ലാം വെരി ഡെഡ്ലി ഫയർസ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. എത്രയോ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. എത്രയോ ലേബർ ക്യാമ്പിൽ, ദുബായിലൊക്കെ ലേബർ ക്യാമ്പിലൊക്കെ ഫയർ ഉണ്ടായിട്ട് മരിച്ചിട്ടുണ്ട്. സോ ആ സമയത്തൊക്കെ മോസ്റ്റ് ഓഫ് ദ ഫയർ നമുക്ക് പ്രിവെൻറ്റബിൾ ആണ്. അത് നിങ്ങൾ വേണ്ട വെച്ചാൽ അതിൻ്റെ അഡോപ്റ്റിംഗ് ദി റൈറ്റ് ബിഹേവിയർ ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ഫയർ യു ക്യാൻ പ്രിവെൻറ്റ്. പിന്നെ നമ്മൾ നോക്കുക വെച്ചാൽ ഈ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുക വെച്ചാൽ ലോകത്തിൽ ഏറ്റവും അധികം ആൾക്കാർ മരിക്കുന്നത് എവറിഡേ പീപ്പിൾ ആർ ഡൈയിങ് വിത്ത് സ്ട്രോക്ക്. ഈ സ്ട്രോക്ക് കൊണ്ടുണ്ടായ മരണം ഈ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ആക്സിഡൻ്റായി കമ്പയർ ചെയ്യുന്ന സമയത്ത് 80% മോർ പീപ്പിൾ ഡൈ ഇൻ സ്ട്രോക്ക് ദാൻ ആക്സിഡൻറ്റ്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഈ ടൊർണാഡോ വന്നിട്ട് ഈ അമേരിക്കയിലും പല സ്ഥലങ്ങളിലും എല്ലാ കൊല്ലവും ടൊർണാഡോ വന്നിട്ട് മരിക്കുന്ന ആൾക്കാരെ സംഖ്യ നോക്കുക വെച്ചാൽ ആസ്മ എന്ന് പറഞ്ഞ ഡിസീസിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ 20% മോർ പീപ്പിൾ ഡൈ എന്ന് പറയും. അങ്ങനെ ഓരോ ഡിസീസ് എടുക്കാനും നിങ്ങൾ നോക്കുക വെച്ചാൽ ഡെത്ത് ബൈ ആക്സിഡൻറ്റിൽ മരിക്കുന്ന കൂട്ടർ 300 times മോർ ലൈക്ലി ദാൻ ദ ഡെത്ത് ബൈ ഡയബറ്റീസ് എന്ന് പറയും. സോ എവറി ഡേ പീപ്പിൾ ആർ ഡൈങ്. അപ്പോൾ ഈ പണ്ട് കേട്ട വെച്ചാൽ ഈ കാലിഫോർണിയയിലൊക്കെ ഈ എർത്ത് ക്വേക്കോ ഇതുപോലത്തെ വന്ന സമയത്ത് അതിൻ്റെ ഇൻഷുറൻസ് ആൾക്കാർ ഒരിക്കൽ ഇത് വന്ന ശേഷം ഇൻഷുറൻസ് കൂടുതൽ വാങ്ങിക്കാൻ പോവുക, ഇൻഷുറൻസ് വാങ്ങിക്കുക. സോ ദേ ടേക്ക് പ്രൊട്ടക്ഷൻ ടു പ്രിവെൻറ്റ് ദ ഫൈനാൻഷ്യൽ ഡാമേജ് ഇറ്റ് ഇസ് കോസിങ് ബൈ എർത്ത് ക്വേക്ക്. സോ ഇത് ഫയറിൻ്റെ കാര്യമായി ഇന്നലെ ആ ന്യൂസ് കണ്ട സമയത്ത് എനിക്ക് തോന്നിച്ചാൽ ഈ കമ്പനി ആരതാന്ന് കണ്ട ഒരു എബ്രഹാം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ന്യൂസ് കണ്ട് ഞാൻ. ദർ ഇസ് എ ഗൈ കോൾഡ് NBTC എന്ന് പറഞ്ഞൊരു കമ്പനി കുവൈത്തിലുണ്ട്. ഞാൻ കുവൈത്തിലുണ്ടായിരുന്നില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട്. അയാളായിരുന്നു ഈ കമ്പനി എൻ്റെ പ്രൊമോട്ടർ എന്നാണ് വായിച്ചത് ഞാൻ മീഡിയയിൽ. അയാളായിരുന്നു പോലും പിന്നെ നമ്മളെ ഈ എന്താ പറയുക ബോട്ട് ലൈഫ് സിനിമ എടുത്തത്. ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ എടുത്തിട്ട് ഒരു മനുഷ്യന്മാരെ വേദന എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു വെന്നീസിലെ കച്ചവടക്കാരനെ പോലത്തെ ഷേക്സ്പിയറെ ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ അയാൾ പറയുന്നത് നമ്മളെ മിസ്റ്റേക്ക് അല്ല, ഇത് നമ്മൾ എംപ്ലോയീസിനെ ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്യുന്ന
ആദ്യം വന്ന ന്യൂസ് എന്ന് വെച്ചാൽ ഈ അവിടെ ഒരു ഗ്യാസ് സിലിണ്ടർ എക്സ്പ്ലോഡ് ചെയ്തിട്ട് ഉണ്ടായ ന്യൂസ്, ഗ്യാസ് സിലിണ്ടർ എക്സ്പ്ലോഡ് ചെയ്യുന്ന ന്യൂസ് ഞാൻ രാവിലെ കണ്ടത്. പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പറയുന്നത് അത് ഗ്യാസ് സിലിണ്ടർ അവിടെ ഇല്ല, നമ്മൾ കുക്കിംഗ് ഇല്ല ബിൽഡിങ്ങിൽ, അക്കോമഡേഷൻ ഫ്രീ ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പിന്നെ പറയുന്നത് ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ടാണ്. അപ്പോൾ ഈ കിച്ചൺ ഫയർ സ്റ്റാർട്ട് ചെയ്ത് പോകും. ഞാനന്നാലോചിച്ച് 4 മണിക്കല്ല ഈ ലേബർ ക്യാമ്പിൽ ഇത് കുക്ക് ചെയ്യുമായിരുന്നില്ല. എനിക്ക് സീരിയസ്ലി ഡൗട്ട് യുനോ. പിന്നെ എന്താ വെച്ചാൽ ഇത്രയധികം ആൾക്കാർ ഇവരൊരു ബിൽഡിങ്ങിൽ താമസിപ്പിക്കുന്ന സമയത്ത് ഞാൻ കേട്ടത് മീഡിയ ന്യൂസ് കണ്ടത് ഓൾമോസ്റ്റ് 150 ആൾ ആ ബിൽഡിങ്ങിൽ താമസിക്കുന്നുണ്ട്. പക്ഷേ 150 ആൾ താമസിക്കുന്ന അത്ര വലിയ ബിൽഡിങ്ങാണ് കുഴപ്പമില്ല. ഇതൊരു 4 സ്റ്റോറി ബിൽഡിങ്ങിൽ 350 ആൾ താമസിക്കാൻ ഡെഫിനറ്റ്ലി അതൊരു ഓവർ ക്രൗഡഡ് ബിൽഡിങ്ങാണെന്നറിയാം. ആ ഓവർ ക്രൗഡഡ് ബിൽഡിങ്ങിലാണെങ്കിൽ അതിനൊരു എമർജൻസി ഇവാക്വേഷൻ റൂട്ട് ആദ്യം തന്നെ വേണം. പിന്നെ ഈ ബിൽഡിങ്ങിൽ ഈ ഇത്ര അധികം ആൾ താമസിക്കുമ്പോൾ ഈ ഫയർ സ്പ്രിങ്ക്ലേഴ്സ് ഉണ്ടാവണം, സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഉണ്ടോ ആ ബിൽഡിങ്ങിൽ? ഇതൊന്നും ആരും ബിൽഡിംഗ് റെഗുലേഷൻസ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും എനിക്ക് അറിയില്ല. ഇത്ര അധികം ആൾ താമസിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു ന്യൂസ് ഇന്ത്യ ടുഡേയിലോ ബിസിനസ് സ്റ്റാൻഡേർഡിലോ വായിച്ചതെന്ന് വെച്ചാൽ അവർ പറഞ്ഞു ദൈവം ലോക്ക്ഡ്. കാരണം ഞാൻ ആലോചിച്ചു ഈ അടിയിൽ ഫയർ ഉണ്ടാകുന്ന സമയത്ത് ഇത് ഈ അവിടെയുള്ള താമസിക്കുന്ന ഈ ആൾക്കാർക്കൊക്കെ ആ ടെറസിൻ്റെ മുകളിൽ കാര്യം അറ്റ്ലീസ്റ്റ് യു ക്യാൻ എസ്കേപ്പ് ബൈ ദാറ്റ് വേ അറ്റ്ലീസ്റ്റ് യു ക്യാൻ ഗെറ്റ് എ ഫ്രീ എയർ. ആ ടെറസിൻ്റെ മുകളിലേക്ക് പോകും. അപ്പോൾ അവർ പറയുന്നത് ഈ ടെറസിൻ്റെ മുകളിലേക്ക് പോകുന്ന ഈ വാതിൽ പോലും ഇവർ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരാൾക്കും പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അത് ആലോചിച്ച് നോക്കണം, നിങ്ങളൊരു ഇത്ര അധികം മനുഷ്യന്മാർ ഈ ഇങ്ങനെ ഒരു ഹീറ്റ് ചാമ്പറിലിരുന്ന് മരിക്കാൻ ചിലവ് വല്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. പണ്ട് ഞാനിതൊക്കെ സിനിമയിലൊക്കെ കണ്ട് ഹോളോകാസ്റ്റ് വിക്ടിംസിൻ്റെ സിനിമയൊക്കെ കണ്ട പോലെ അതുപോലെ ഒരു മരണമായിരുന്നു എനിക്ക് കണ്ടത്. വല്ലാത്തൊരു ഡെത്ത് സീൻ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയുന്നില്ല, എനിക്കിത് പറയാനില്ലേ താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ പറയും ഇത് ഫയർ ഉണ്ടാണ്ടെങ്കിൽ മെയിൻലി അതിന് 3 സോഴ്സാണ് മെയിൻലി വേണ്ടത്. 1 സോഴ്സ് ഓഫ് ഇഗ്നിഷൻ, 2 സോഴ്സ് ഓഫ് ഫ്യൂവൽ, 3 ഓക്സിജൻ. ഈ സോഴ്സ് ഓഫ് ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഹീറ്റർ, ലൈറ്റിംഗ്, നേക്കഡ് ഫ്ലെയിംസ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും സിഗരറ്റ്, മാച്ച്, എന്തെങ്കിലും ഒരു സോഴ്സ് ഓഫ് ഇഗ്നേഷനും വേണം അല്ലേ? അത് വേണം കാര്യമായിട്ട്. പിന്നെ ഇത് സോഴ്സ് ഓഫ് ഫ്യൂവൽ എന്ന് പറയുന്ന അവിടെയുള്ള ഈ വുഡ്, പേപ്പർ, പ്ലാസ്റ്റിക്, അതുപോലുള്ള റബിഷ് തിങ്സ് ഇതൊക്കെയാണ് കത്താൻ സഹായിക്കുന്നത്. അതിൻ്റെ ചുറ്റുമുള്ള എയർ അത് അറൗണ്ട് us ഉണ്ടല്ലോ, അതാണ് വേറൊരു സംഗതി. അപ്പോൾ ഈ ഇത്ര വലിയൊരു ഫയർ ഉണ്ടാക്കേണ്ട സോഴ്സ് അവിടെ എന്താ ഉണ്ടായത്? അതിൻ്റെ റൂട്ട് കോസ് അനാലിസിസ് എവിടെ നിന്നാണ് അത് ഈ ശരിക്കുള്ള ഫയർ ഷെഡ്? ഒരു ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് പ്രിവെൻറ്റബിൾ ആണല്ലോ. ഇത്ര വലിയൊരു ഫയർ ആ ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് എന്നുണ്ടെങ്കിൽ അത്ര മാതിരിയുള്ള ഒരു എന്താ പറയുക ഫ്യൂവലോ എന്തെങ്കിലും അവിടെ ഉണ്ടാണ്. പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇത്ര അധികം ഓവർ ക്രൗഡഡ് ബിൽഡിങ്ങിൽ ഐ സീരിയസ്ലി ഡൗട്ട്. കാരണം ഇവർ ഈ റൂം സെപ്പറേഷൻ ചെയ്യുന്ന ഈ ഹൈലി ഫ്ലാമബിൾ ആയിട്ടുള്ള ഈ ജിപ്സം ബോർഡ് പോലത്തെ ഇത് വെച്ചിട്ട് ആൾക്കാരെ ഈ റൂം പാർട്ടീഷൻ ചെയ്തിട്ട് അതിലൊക്കെ ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാലും ഇമ്മീഡിയറ്റ്ലി അത് ഫ്ലെയിമായി മാറും. അങ്ങനെയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ റെഗുലേഷൻസ് ഒന്നുമില്ലാതെ ചെയ്യുന്ന ബിൽഡേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ അതിന് വെന്റിലേഷൻ ഉണ്ടോ, പ്രോപ്പർ വെന്റിലേഷൻ ഉണ്ടോ, ഈ സീലിങ്ങിൻ്റെ ഹൈറ്റ് എത്ര വരുന്നത്? ഈ കിച്ചണിലുണ്ടെങ്കിൽ കിച്ചൺ സീലിങ്ങും കിച്ചണിലെന്താ ഹൈറ്റ്? മോസ്റ്റ് ഓഫ് ദി തിങ്സ് കിച്ചൺ ഞാൻ കണ്ടത് ലേബർ ക്യാമ്പിലും ഗൾഫിലും അവർ കിച്ചണിൽ ഹൈറ്റ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഇത്ര വലിയ ഫ്ലെയിം വരുന്ന സമയത്ത് തീ പിടിക്കാനുള്ള സാധ്യത, ത്രെട്ട് വളരെ റിസ്ക് അതിൻ്റെ അത് വളരെ കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ വെച്ചാൽ എന്താണ് അതിൻ്റെ കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടം സ്റ്റഡി ചെയ്താൽ മാത്രമേ എന്താണ് അതിൻ്റെ റിയലി കോസ് ഓഫ് ഡെത്താണ് അതിൻ്റെ എന്താ ശരിയായ കാരണം എന്നുള്ള അറിയണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഈ മോസ്റ്റ് ഓഫ് ദി ഫയർ ആക്സിഡൻറ്റിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ കാർബൺ മോണോക്സൈഡ് ആൾക്കാർ ശ്വസിക്കുന്നു. അതിന് ഈ ടോക്സിക് ഗ്യാസസ് ഉണ്ട്, ഈ ടോക്സിക് ഗ്യാസസ് ഇൻ സ്മോക്സിങ്. അത് നല്ല ഈ കാർബൺ മോണോക്സൈഡ് എന്ന് വെച്ചാൽ ശ്വസിക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു കാർബോക്സി ഹീമോഗ്ലോബിനായി. കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് വെച്ചാൽ അത് നമ്മളെ ശരീരത്തിൽ ഈ ഓക്സിജനെ ഡിപ്രാവ് ചെയ്യും ടിഷ്യൂസിൽ. അതാണ് അതിൻ്റെ ഒരു വലിയൊരു റിസ്ക് ഫാക്ടർ മരിക്കുന്നത്. ഈ പൊള്ളലിനെക്കാട്ടും കൂടുതൽ ഈ കാർബൺ മോണോക്സൈഡ് ബ്രീത്ത് ചെയ്തിട്ടാണ് ആൾക്കാർ മരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇത്ര ഭയങ്കര ഹീറ്റിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത്, നിങ്ങളെ ഈ ബ്രോൺക്യൂൾസ് എല്ലാം
പെർമനൻ്റ്ലി ഡാമേജ് ആവും. ഇനിയിപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അവിടെ മരിച്ച കൂട്ടർ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. ഈ അവിടെ ഉള്ള കൂട്ടർക്ക് എത്തൊക്കെ പെർമനൻറ്റ് ഡാമേജ് ഉണ്ട്. അവർക്ക് ഈ ജീവിക്കാൻ തന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതം തന്നെ ഈ വളരെ പെർമനൻറ്റ് ഡാമേജ് ആയിട്ടുള്ള ലങ്സും ഒക്കെ വെച്ചിട്ട് എങ്ങനെ ഹൗ ദേ ആർ പുള്ളിങ് ഓൺ. പിന്നെ ഈ ഫയർ വരുന്നത് വെച്ചാൽ അതിൽ വേറൊരു കാര്യം വെച്ചാൽ അതിൽ ഈ റെസ്പിറേറ്ററി ഇറിറ്റൻസ്, ഹൈഡ്രജൻ ക്ലോറൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഇങ്ങനെയുള്ള അത് പൾമിനറി എഡിമ, നെക്രോസിസ് വരുത്തുന്ന സംഗതികളാണ്. പിന്നെ ആൾക്കാർ ഈ ഫയർ ഡിറ്റക്ടർ ഫയറിന്ന് എത്ര ദൂരെയാണ് സാധിച്ചത്, അത്ര വേഗം അടുത്ത് വെക്കുമ്പോൾ അത്ര വേഗം അറിയില്ല അത്. അപ്പോൾ അഥവാ ഈ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ സ്മോക്ക് ഡിറ്റക്ടർ അപ്പോൾ തന്നെ സൈറൺ ചെയ്യും. സൈറൺ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള സമയമുണ്ട്, എസ്കേപ്പ് ചെയ്യാനുള്ള സമയമുണ്ട്. ഇത് അതും ആ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നല്ല എനിക്ക് തോന്നുന്നത്. സോ ആക്ച്വലി പറയാന്ന് വെച്ചാൽ ഇവർ എല്ലാ റൂൾസും അത് വയലേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഫയർ വരുന്ന സമയത്ത് വലിയ അസാഡെന്ന് വെച്ചാൽ നിങ്ങളെ സ്കിൻ ടെമ്പറേച്ചർ 45 ഡിഗ്രി വരും. അപ്പോൾ നിങ്ങൾക്ക് റിയൽ നല്ലൊരു വേദന, പെയിൻ വരും. പിന്നെ അത് 150 ഡിഗ്രീൻ്റെ മുകളിൽ പോകാമെങ്കിൽ നിങ്ങൾ ഈ വോക്കൽ കോഡ്സ് എല്ലാം കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബ്രെയിനിൻ്റെ റിവേഴ്സിബിൾ ഡാമേജ് ബ്രെയിനിലിട്ടാണ്. കാരണം ബ്രെയിനിൽ നിങ്ങൾ 3 മിനിറ്റ് ഓക്സിജൻ ഇൻറ്ററപ്റ്റ് ചെയ്യാമെങ്കിൽ ഈ ബ്രെയിൻ സപ്പോസ് റിവേഴ്സിബിൾ ഡാമേജ്. നമ്മളെ ഈ തൂങ്ങി മരിക്കുന്നതൊക്കെ അതാണല്ലോ. 3 മിനിറ്റ് നിങ്ങൾ ബ്രെയിനിലേക്ക് ഓക്സിജൻ കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് ഇറിവേഴ്സിബിൾ ഡാമേജ് നോ. പിന്നെ ഇതിന് വരുന്ന ഈ ഹൈഡ്രജൻ സൾഫൈഡും കൂടി ഇതിൽ വരുന്നൊരു സംഭവമാണ്. ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ ഗ്യാസ് റിലീസ് ഗൾഫിലൊക്കെ വളരെ കൂടുതൽ ആൾക്കാർ മരിക്കുന്നൊരു സംഭവമാണ്. അതിൻ്റെ ഡോസ് 1000 ppm കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി റെസ്പിറേറ്ററി ഫെയിലിയർ ആകും. യു വിൽ ബി കൊളാപ്സിനോ. ഈവൻ ലോവർ ഡോസ് തന്നെ അത് ഡേഞ്ചറാണ്. ഈ ഐ ഇറിറ്റേഷനൊക്കെ ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാക്കും. ലോവർ ഡോസ് വെച്ചാൽ ഒരു 300 to 500 ppm ലെവലിൽ വന്നു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിന് പിന്നെ ഇതിൻ്റെ ലോങ് ടേം ഇഫക്റ്റ് ഫയറിന് വെച്ചാൽ ഫയർ ഈ സ്മോക്കൊക്കെ ബ്രീത്ത് ചെയ്താൽ നിങ്ങൾക്ക് കാർസിനോജനിക് റിസ്ക് അസോസിയേറ്റഡ് എക്സ്പോസ് ടു ഫയർ. അതും അതൊരു ലോങ് ടേം ഇഫക്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഫയർ ഒരു ബിൽഡിങ്ങിൽ ഇത്ര അധികം ലേബേഴ്സ് താമസിക്കുമ്പോൾ ഒരു ഫയർ ഉണ്ടായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു ഫയർ ഉണ്ടാകും, അതിന് ആരാ റെസ്പോൺസിബിൾ? ആരാണ് ഈ ഫയറിന് റെസ്പോൺസിബിൾ ആയിട്ടാണ്? റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളെന്ന് വെച്ചാൽ നമ്പർ 1 ഈസ് എ എംപ്ലോയർ. എംപ്ലോയർ ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ എംപ്ലോയീസിനെ എത്തിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഓണർ, അല്ലെങ്കിൽ അതിൻ്റെ ലാൻഡ് ലോഡ്, അല്ലെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റി മാനേജർ, അല്ലെങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് മാനേജർ. ഇവരൊക്കെ ഇതിന് റെസ്പോൺസിബിളാണ്. ഇവരൊക്കെ റെസ്പോൺസിബിളായിട്ട് ഇവർ പറയുന്നത് നമ്മളെ മിസ്റ്റേക്കില്ല. ഇന്നലെ അയാൾ പറഞ്ഞു വിട്ടു ഇറ്റ് ഈസ് നോട്ട് അവർ മിസ്റ്റേക്ക് എന്ന് അയാൾ പറയുന്നത്. എന്നാലും ഞങ്ങൾ ആ മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അതൊക്കെ പറയാന്ന് വെച്ചാൽ ഒരു തീരെ ഒരു റെസ്പോൺസിബിൾ ഇല്ലാത്ത ഒരു സ്റ്റൈലോട്ട്. ഞാനത് ഇവർക്ക് എന്താ എളുപ്പം ഈ ഇൻഷുറൻസ് വിൽ പേ ദ കോമ്പൻസ്. ദാറ്റ് ഈസ് ട്രൂ. ഇൻഷുറൻസ്, പക്ഷേ ഇൻഷുറൻസ് വിൽ പേ ഓർ വിൽ നോട്ട് പേ എന്നുള്ള ഇൻഷുറൻസ് കമ്പനിയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. കാരണം ഇൻഷുറൻസ് കമ്പനിക്ക് പറയും നിങ്ങൾ ഈ റെഗുലേഷൻസ് ബിൽഡിങ്ങിലാണ് നിങ്ങൾ എത്ര ആൾക്ക് താമസിക്കാൻ ഡിനൈറ്റോ. ഇതല്ല ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ്. നിങ്ങളതിൽ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് ഡു യു തിങ്ക് യു വിൽ ഗെറ്റ് ഇൻഷുറൻസ്? ഐ ഡോണ്ട് തിങ്ക് സോ. ഒരു ഇൻഷുറൻസ് കമ്പനിയും ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് ആക്സിഡൻ്റ് ആക്കി ഇൻഷുറൻസ് കൊടുക്കില്ല. അത് ഇങ്ങനെയുള്ള ക്ലോസൊക്കെ ഇൻഷുറൻസ് കമ്പനിക്ക് വളരെ നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. പിന്നെ അയാൾ പറഞ്ഞത് ഞാൻ 4 കൊല്ലത്തെ സാലറി ഇവർക്ക് കൊടുക്കാം. ദാറ്റ് മീൻ 4 കൊല്ലത്തെ സാലറി കൊടുക്കുക വെച്ചാൽ ഈ സ്റ്റേറിയിൽ മോക്കിങ്ങിനോ. കാരണം ഈ കുട്ടികളൊക്കെ 25 വയസ്സ്, ഓരോ കുട്ടികളുടെ ഏജ് 25-28 വയസ്സുള്ള ആൾക്കാരാണെന്നുള്ളത്. അവർ 4 കൊല്ലം ജീവിക്കാനി. അതൊക്കെ പറയാമെന്ന് വെച്ചാൽ എനിക്ക് വളരെ സങ്കടമായി തോന്നുന്നു. കാരണം ഇത്രയും ഒരു വലിയൊരു കമ്പനീൻ്റെ ഒരു പ്രൊമോട്ടർ ഇങ്ങനെ സംസാരിക്കാമെന്ന് വെച്ചാൽ, ഇന്നാളത്തെ ബോംബെയിലൊരു ഹോർഡിങ്സ് വീണിട്ട് കുറേ ആൾ മരിച്ചു. പക്ഷേ ഹോർഡിങ്സ് അതൊരു വയലേഷൻ തന്നെയാണ്. പക്ഷേ ഹി ഹാസ് ടു ഗോ ടു ജയിൽ. വാട്ട് പണിഷ്മെൻ്റ് ഇവരൊക്കെ ഗവൺമെൻറ് കൊടുക്കാൻ പോകുന്നത്? ഇവരൊരു ഫയർ റിസ്ക് അസസ്മെൻ്റ് ഇല്ലാണ്ട് ഇത്യാദി ആൾക്കാർ ഈ ബിൽഡിങ്ങിൽ താമസിക്കുക. ഇത് പറയാന്ന് വെച്ചാൽ ഒരു ബിൽഡിംഗ് റെഗുലേഷൻ കംപ്ലൈ ചെയ്യാണ്ട് ഇവർ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് എനിക്ക് വല്ല സങ്കടമായി തോന്നുന്നു. കാരണം വെച്ചാൽ ഇയാൾ ചെയ്യുന്ന ഈ ബെറ്റർ
ഈ ഞാൻ കൊടുക്കുന്ന പൈസ കൊടുക്കുന്നതിന് സംടൈംസ് ഐ ഫീൽ ദാറ്റ് ബെറ്റർ ബ്രോക്കൺ പ്രോമിസ് ദാൻ നൺ അറ്റ് ഓൾ എന്ന് പറഞ്ഞ പോലെ ഇവരൊക്കെ എന്ന് വെച്ചാൽ എവ്രി വൺ ഈസ് എ മൂൺ യുനോ, ഒരു ചന്ദ്രനെ പോലെയാണ് എവ്രി വൺ. എവ്രിബഡി ഈസ് ഹാവിങ് എ ഡാർക്ക് സൈഡ് വിച്ച് ദേ നെവർ ഷോസ് ടു എനി വൺ. സോ ഇവർ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കൺസ്ട്രക്ഷൻ കമ്പനി ഇങ്ങനെയുള്ള ചെയ്യാണെന്ന് വെച്ചാൽ അവർ മറ്റുള്ള കമ്പനിക്ക് അതെന്ത് മെസ്സേജ് അവർ കൊടുക്കുന്നത്? ഇവരൊക്കെ ഇത്ര വലിയ കമ്പനിയാകുമ്പോൾ ദേ ഷുഡ് ബി ദ റോൾ മോഡൽ ഫോർ അതർ കമ്പനിനോ. അതല്ലല്ലോ അവരെന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? പിന്നെ അതല്ല, ഇതിന് ലീഗലി ഇവരൊക്കെ ഇന്ത്യ ഗവൺമെൻറ് എന്തെങ്കിലും ഇവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ? ഇവരിപ്പം വരുന്ന സമയത്ത് ഇവരെ ഞാൻ പൈസ കൊടുക്കാമെന്ന് വെച്ചാൽ ആൾക്കാർ വിചാരിക്കും ഓണോ ഇറ്റ് ഈസ് എ റിലീഫ്. ഇവരെ ഫാമിലി വിചാരിക്കും ഓ ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക, ബെറ്റർ ബ്രോക്കൺ പ്രോമിസ് ദാൻ നൺ അറ്റ് ഓൾ എന്ന് പറഞ്ഞ പോലെ ഇവരെ ഫാമിലി വിചാരിക്കും നമുക്ക് പൈസ കിട്ടി. എല്ലാ പ്രവാസികൾക്കും അവർക്കത് ആവശ്യമില്ലോ, ബ്ലഡ് മണീനോ അവർ പറയുന്ന ബ്ലഡ് മണീനോ അത് കിട്ടിക്കഴിഞ്ഞല്ലോ. പിന്നെ അവർക്ക് ഫാമിലി ഹാപ്പി. കാരണം പ്രവാസിയാണല്ലോ മരിച്ചു, അവനക്ക് എൻ്റെ ഫാമിലിക്ക് പൈസ കിട്ടിയ എൻ്റെ കുടുംബം ഹാപ്പി ആയിരിക്കും. കാരണം പ്രവാസിനെ ഹൂ ഈസ് ഗോയിങ് ടു ബോദർ അബൌട്ട് പ്രവാസിൻ്റെ കഷ്ടങ്ങൾ ആർക്ക് നമ്മുടെ നാട്ടിലാർക്കും അറിയാം. അതിപ്പോൾ പൈസ കിട്ടിയ സമയം ഇവരുടെ ഫാമിലിയുടെ നാട്ടിലല്ലേ ഹാപ്പി ആയിരിക്കും, അവരാരും കേസിന് പോകില്ല. അല്ലെങ്കിൽ അത് ഇതൊക്കെ ചെയ്യേണ്ട ഇന്ത്യ ഗവൺമെൻറ്റൊക്കെ ലീഗലി ഫൈറ്റ് ചെയ്യാൻ പറ്റൂലേ? നമ്മുടെ കേരള ഗവൺമെൻറ് വിചാരിച്ചാൽ പറ്റില്ല, ഇതിനൊന്നും ലീഗൽ നോംസ് ഒന്നും ഇല്ലേ? അറ്റ്ലീസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഈ പ്രൊമോട്ടർ ഈ ഷുഡ് ബി പണിഷ്ഡ്. അതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ഒപ്പീനിയൻ. അല്ലാണ്ട് ഒരു കോമ്പൻസേഷൻ ചെറിയ പൈസ കൊടുത്തതിൽ ഒതുക്കുകയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് എ റൈറ്റ് മെസ്സേജ്. എല്ലാ കമ്പനിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗൾഫിലൊക്കെ ഉള്ള മിക്കവാറും കമ്പനികളും ഇങ്ങനത്തെ നമ്മളെ ഇന്ത്യക്കാർ മാനേജ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ത്യക്കാരുള്ള മാനേജ് ചെയ്യുന്ന കമ്പനീസൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലെ വലിയ വലിയ ആൾക്കാരൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ എങ്ങനെയാണ് അവർ സ്റ്റാഫിനെ ട്രീറ്റ് ചെയ്യുന്ന കൂടി ഒരു മെസ്സേജാണിത്. കാരണം നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഇവരെ ഇപ്പോൾ പൈസ കൊടുത്ത ആൾക്കാർക്ക് ഞാൻ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എല്ലാവരുടെ ഇവിടെ പൈസ കൊടുത്ത ആൾ. അവരൊക്കെ അവരുടെ സ്റ്റാഫിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ആ സ്റ്റാഫിനോട് ചോദിച്ചാൽ അറിയാം അവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിൽ ഞാൻ കൂടുതൽ കടക്കുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് പണ്ടാര പറഞ്ഞ പോലെ ഇറ്റ് ടേക്സ് ഓൾമോസ്റ്റ് ഒരു 50 കൊല്ലം ആയിരിക്കും. 50 കൊല്ലം നിങ്ങൾ വർക്ക് ചെയ്താലേ ഒരു കമ്പനീൻ്റെ റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് 5 മിനിറ്റ് കൊണ്ട് യു ക്യാൻ റൂയിൻ ഇറ്റ്. അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളൊക്കെ ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നത് വെച്ചാൽ വാട്ട് വി ലേൺ ഫ്രം ഹിസ്റ്ററി ഈസ് ദാറ്റ് പീപ്പിൾ ഡോണ്ട് ലേൺ ഫ്രം ഹിസ്റ്ററി. അത്രയും എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.